എല്ലാവർക്കും എൻ്റെ ബക്രീദ് ആശംസകൾ. ഇന്ന് ഞാൻ പെരുന്നാൾ വിഭവമായിട്ട് വളരെ ചെറിയ ഒരു വിഭവം കാണിക്കാൻ പോകുന്നു. ഇത് മലബാറിൽ മിക്ക വീട്ടുകളിലും പെരുന്നാൾക്ക് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. ഇത് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രീതിയിലാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇതിനാദ്യമായി വേണ്ടത് ഇത് കുത്തിയ ഗോതമ്പ് ഇങ്ങനെ കടയിൽ വാങ്ങാൻ കിട്ടും. അതായത് ഇതിൻ്റെ തോലെല്ലാം പോയിട്ട് കുത്തിയ ഗോതമ്പാണിത്. അതൊന്ന്. പിന്നെ വെല്ലം ഒരു അരക്കപ്പിന് ഒരു അരക്കപ്പ് വെല്ലം. അത് ഏത് ടൈപ്പ് വെല്ലം നമുക്ക് ഉപയോഗിക്കാം. വെല്ലം ഉപയോഗിക്കാം, ശർക്കര ഉപയോഗിക്കാം, തെങ്ങും ചക്കര ഉപയോഗിക്കാം, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി മൂന്നാമത് വേണ്ടത് തേങ്ങാപ്പാൽ 2 പാലാക്കി എടുക്കണം. ആദ്യം രണ്ടാം പാലിൽ ഈ ഗോതമ്പ് ആദ്യം, പിന്നെ ഇത് 3 ഐറ്റം ഇതിന് ആവശ്യമുള്ളൂ: ഗോതമ്പം, ശർക്കര, തേങ്ങാപ്പാൽ. ആവശ്യമുള്ളവർക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. ഇത് ഞാനിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരുവിധം കാണിച്ചു തരുവാണ്. ഇത് തേങ്ങാപ്പാൽ, ഇത് 1-ാം പാലാണ്. ഇത് നമുക്ക് ആവശ്യമുള്ള അത്ര ചേർക്കാം. ഇത് ഗോതമ്പം, ഈ ഗോതമ്പം കഴുകി 2-ാം പാലിൽ വേവിച്ചെടുത്തതാണ് ഇത്. 2-ാം പാൽ കുറച്ചധികം എടുത്താൽ മതി. 1 കപ്പ് 2 കപ്പ് അരക്കപ്പ് കുത്തിയ ഗോതമ്പത്തിന് ഒരു 1.5-2 കപ്പ് 2-ാം പാൽ വേണ്ടി വരും. പോരെങ്കിൽ ഇത്തിരി വെള്ളം കൂട്ടുന്നതിന് പ്രശ്നമില്ല. ഇതങ്ങനെ വേവിച്ച് വെച്ചതാണ് ഇത് ഗോതമ്പായത്. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ വെല്ലം ഉരുക്കിയത് ചേർക്കാൻ പോകും. ഇതിപ്പോൾ ഒരു അരക്കപ്പ് 3/4 കപ്പ് വെല്ലം ഉരുക്കി വെച്ചത്, അല്പം വെള്ളം ചേർത്ത് ഉരുക്കി വെച്ചത്. ഇതിൽ കുറേശ്ശായിട്ട് ചേർക്കുക. ഗോതമ്പം വെന്ത് ഉടയണമെന്നില്ല, കുറച്ച് കടിക്കുന്ന ഭാഗത്തിലാക്കിയാണ് കഴിക്കുമ്പോൾ കൂടുതൽ രുചി ഉണ്ടാവുക. ഇതിന് പേര് ചക്കരച്ചോറ് എന്നാണ്. ചക്കരച്ചോറ്. ഇത് ഓരോ വീട്ടിലും ഓരോ ഡിഫറെൻറ്റ് മാതിരി ഉണ്ടാക്കാറുണ്ട്. ചില ആൾ അരി ചേർക്കും, ചില ആൾക്കാർ ഇതിൽ വന്ന് കടലപ്പരപ്പ് വേവിച്ചത് ചേർക്കാറുണ്ട്. പക്ഷെ ഞാനിത് ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. ഓൺലി വെല്ലം, തേങ്ങാപ്പാൽ, ഗോതമ്പ്, കുത്തിയ ഗോതമ്പ്. ഗോതമ്പം വെന്ത ശേഷമേ ശർക്കര ചേർക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ഗോതമ്പം നന്നായിട്ട് വേവില്ല. അപ്പോൾ ശർക്കര ഇതിൽ ചേർത്തിരിക്കുന്നു. ശർക്കര പാനി മുഴുവൻ ചേർത്ത് അല്പം വെള്ളത്തിൽ കുതിർത്ത് മെൽറ്റ് ചെയ്ത് ചേർത്തതാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഇത് 1-ാം പാലാണ് ചേർക്കാൻ പോകുന്നത്. അതിൽ ഞാൻ കുറച്ച് പാല് ചേർത്ത് കുറച്ച് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം. ചൂട് കഴിയുമ്പോൾ വീണ്ടും കട്ടിയാവും. ഇപ്പോൾ ഇത് കുറുകി നല്ല പാകമായിരിക്കുന്നു. ഇത് ഏലക്കായ ഇഷ്ടപ്പെടുന്നവർക്ക് ഏലക്കാപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, കുറച്ച് ഉപ്പ്. അത് മധുരം ബാലൻസ്ഡായി കിട്ടാൻ വേണ്ടി മാത്രം ഉപ്പ്. മധുരം ഉണ്ടാക്കുന്നത് നമ്മൾ എപ്പോൾ എന്ത് മധുരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അല്പം ഉപ്പൊന്നും ചേർക്കാതിരിക്കാറില്ല. ഇതിപ്പം പാകമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറുകി പോകുന്ന കുറച്ച് കഴിഞ്ഞ് ചൂടാറുമ്പോൾ ഇത് കുറച്ചും കൂടെ കട്ടിയാണ്. മിക്ക വീട്ടിലും കേരളത്തിൽ മലബാറിൽ
പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ബക്രീദ് ആശംസകൾ നേരുന്നു. എല്ലാവരും ഈ പ്രാവശ്യം ഈ ചക്കരച്ചോറ് ചെറിയ റെസിപ്പി ചക്കരച്ചോറുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു.